കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേലരോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങളെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്താണ് മിസ്രൈം ദേശത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നത്. അപ്പം വരുന്ന വഴിക്ക് ഇവർക്ക് ഒരുപാട് എതിരുകളുണ്ടായിരുന്നു. പല രാജാക്കന്മാരും വരെ എതിർത്ത് വന്നു. എല്ലാവരെയും എതിരായിട്ട് ഈ ഇസ്രായേൽ ജനങ്ങൾ യുദ്ധം ചെയ്തില്ല. കർത്താവ് തന്നെ യുദ്ധം ചെയ്ത് അവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് കൊണ്ടുവന്ന് അങ്ങനെ വഴി നടത്തി കൊണ്ടുവരികയാണ്. അപ്പോഴും ദൈവം അങ്ങനെ വിടുവിച്ചിട്ട് ഈ ഇസ്രായേൽ ജനങ്ങളോട് ചില കൽപ്പനകൾ കൊടുത്തു. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാതിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു: നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് ഗണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ദൂതൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗണിയായി മാറും, നിങ്ങളുടെ വിലാപ്പുറത്ത് ഇവരൊരു മുള്ളായി മാറും എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ചെയ്യുന്ന ചില പാവങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കെണിയായിട്ട് മുള്ളായിട്ട് മാറാറുണ്ട്. പലപ്പോഴും നാം അത് അറിയാതെ ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ നാം എവിടെ തെറ്റിപ്പോയെന്നറിഞ്ഞ് ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനങ്ങളുടെ താഴത്തെ ഭാഗം വായിക്കുമ്പോൾ അവർ വിലാപിച്ച് കരഞ്ഞു എന്നും വിലാപിച്ച് കരഞ്ഞു എന്ന് കാണുന്നു. അതേപോലെ തന്നെ അവർ യാഗം കഴിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അവർ ചെയ്ത പാപത്തിന് അവർ യാഗം കഴിച്ച് തൻ്റെ പാപത്തിന് അവർ ഒരു നിവർത്തി വരുത്തുകയാണ്. പ്രിയ ദൈവപൈതലേ, നാം തുണികരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒന്നും ഇല്ല എന്ന് നിസ്സാരമായി കളയാതെ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെതിരായി വരുന്ന ഗണികളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കെതിരായിരിക്കുന്ന മുള്ളുകളിൽ നിന്ന് കർത്താവിനെ നമ്മെ വിടുവിക്കുവാൻ കഴിയും. ഞങ്ങളുടെ ആദിവാത്സല്യമേ സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് പലവിധമായ കേടുകളിലും കെണികളിലും പെട്ടിരിക്കുമ്പോൾ കർത്താവെ, അതിൽ നിന്ന് ജനത്തെ വിടുവിപ്പാൻ അങ്ങയ്ക്കല്ലാതെ വേറെ ഓരോരുത്തർക്കും കഴിയില്ലല്ലോ അപ്പാ. അങ്ങ് തന്നെ ശക്തനായി ഇരിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുചൊല്ലി കർത്താവ് അത് വിട്ടിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ ഒത്തുചേരുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുന്നവരെയും ഞങ്ങളെ വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.